വെൽക്കം ബാക്ക് ടു കുട്ടി ടിപ്സ്. അപ്പം ഇന്നത്തെ ജേണി നമ്മൾ പോകുന്നത് സിറ്റി ഓഫ് ഫെയറി ടെയിലോട്ടാണ്. അതാണ് ഒഡൻസെ. അങ്ങനെ നമ്മളിതാ ഒഡൻസയിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഒഡൻസെ റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ടിറങ്ങുമ്പോഴൊരു വ്യൂ. അപ്പം ഒഡൻസെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഫെയറി ടെയിൽ സിറ്റി എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതൊരു ഫേമസ് സ്റ്റോറി ടെല്ലറിൻ്റെ ബർത്ത് പ്ലേസ് ആണ്. ഹാൻസ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലറിൻ്റെ പ്ലേസ് ആണ്. ആ ഒരു പേരിലാണ് ഈ ഒരു പ്ലേസ് അറിയപ്പെടുന്നത്. ഇത് ആൻഡേഴ്സണിൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഇതൊരു 8 ഫീറ്റായിട്ട് ഹൈറ്റും ഒക്കെ ഉള്ളൊരു ട്വിസ്റ്റഡ് ഹ്യൂമൻ ഫിഗറൊക്കെയുള്ള ഒരു സ്റ്റാച്ചു ആണ്. ഇതിനകത്ത് ആൻഡേഴ്സൻ്റെ കുറേ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്റ്റാച്ചു ആണ്. നമ്മൾ ഒരുപാട് നേരം നിന്ന് പോകും. കാര്യം പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ നേരെ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു പാർക്കിലോട്ടാണ്. ഈ ഒരു ചെയർ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് ആർക്കിരിക്കാൻ ഉണ്ടാക്കിയതാണെന്നറിയില്ല, ഇത്രയും ഹൈറ്റ് ഉള്ളത്. നമുക്ക് നോക്കാം ആർക്കിരിക്കാൻ പറ്റുമെന്ന്. ഗൗരിക്ക് പറ്റും. ഓ, ചലഞ്ച് അക്സെപ്റ്റഡ്. ഈ ഒരു ഗ്രീനറി ആയിട്ടുള്ള ഈ ഒരു പ്ലേസ് ആണ് കിങ്സ് ഗാർഡൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്ത് ഒരു കിങ്സ് കാസലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് കിങ്സ് ഗാർഡൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള പ്ലേസ്. ശരിക്കും കോപ്പൻഹേഗൻ ആണ് ഏറ്റവും കൂടുതൽ ഫേമസ് ഡെൻമാർക്കിൽ. പക്ഷേ ഇത് ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് സിറ്റിയാണെന്ന് തന്നെ പറയാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള, അധികം ക്രൗഡും അധികം എന്താ പറയുക സൗണ്ടൊന്നും ഇല്ലാത്ത, ഈവൻ ഡെൻമാർക്ക് പൊതുവെ അധികം സൗണ്ട് ഇല്ല, സ്റ്റിൽ ഇവിടെ അത്രയും കൂടെ സൗണ്ട് ഇല്ലാതെ ഭയങ്കര സൈലൻസും ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി. നമ്മളിങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു പോണ്ടും ഒരുപാട് താറാവും പിന്നെ ഭംഗിയുള്ള കുറേ പൂക്കളും ഒക്കെയുള്ള ഭയങ്കര ഒരു എസ്തറ്റിക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ഒക്ടോബർ ബിഗിനിങ്ങിലായിരുന്നു. അതായത് 2025 ഒക്ടോബർ ബിഗിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പായിരുന്നു. അതിൻ്റെ അത്യാവശ്യം നല്ല ഒരു തണുപ്പ് തുടങ്ങി. കാര്യം വെളിച്ചമൊക്കെ ഉണ്ട്, സണ്ണി ആയിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു വെതറായിരുന്നു. നല്ല വിൻഡി ആയിട്ടുള്ളൊരു വെതറൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് കിങ്സ് ഗാർഡനിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ പതുക്കെ ഒഡൻസെ സിറ്റി വ്യൂസിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഓൾഡ് ടൗണൊക്കെ ഉണ്ട്, അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ഒരു ഒപ്പേര ഹൗസ് കണ്ടത്. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒപ്പേര ഹൗസാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഒരു ഷോസിൻ്റെ പോസ്റ്ററും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നടക്കുന്ന വഴി കണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പതുക്കെ ഈ ഓൾഡ് ടൗൺ ആ ഒരു പ്ലേസിലോട്ടൊക്കെ നടക്കാൻ തുടങ്ങി. നല്ല ഒരു ഭംഗിയുള്ള സ്ട്രീറ്റും കാര്യങ്ങളാണ്. ഒരുപാട് ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അത്യാവശ്യം രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഷോപ്സ് ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതാണ് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് ഭയങ്കര കാമായിട്ടുള്ള സ്ട്രീറ്റുകളായിരുന്നു എല്ലാം. ഇവിടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് ഷോപ്പും എല്ലാ ടൈപ്പ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഡാനിഷ് ഫുഡ് മാത്രമല്ല ഒരുപാട് തായ് റെസ്റ്റോറൻറ്റ്സും ഒക്കെ നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു റെസ്റ്റോറൻ്റ് ഫുൾ ഓൺ വൈബായി വരണമെങ്കിൽ ഒരു ഈവനിങ് ആകും. അപ്പോൾ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ടൗൺ സ്ക്വയർ ആണ് ആക്ച്വലി അത്. അതുപോലെ തന്നെ ചുറ്റിനും ഒരുപാട് ബിൽഡിങ്ങും നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങൊക്കെയുള്ള ഒരു ടൗൺ സ്ക്വയർ ആയിരുന്നു കേട്ടോ. അവിടെയാണ് ഈ ഒരു അടുത്തൊരു സ്റ്റാച്ചു. ഇത് എല്ലാം കുറച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് എന്താണെന്ന് ആക്ച്വലി നമുക്ക് മനസ്സിലായില്ല. അതൊരു ഒരാളുടെ പേരൊക്കെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ആക്ച്വലി മനസ്സിലായില്ല.
പക്ഷെ ഇതുപോലത്തെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാച്യൂകളാണ്. മേ ബി ഇത് ആ ഒരു ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൻ്റെ എന്തെങ്കിലും സ്റ്റോറിയും ബന്ധപ്പെട്ടതാണോ എന്നറിയില്ല. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ ഒരു ഫുള്ള് വാക്കിംഗ് ആയിരുന്നു. നമ്മൾ എല്ലാം നടന്ന് കാണാൻ പറ്റുന്ന നമ്മൾ 1 ഡേ ഒഡൻസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരം നമ്മൾ നടക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് സിറ്റിയൊക്കെ നടന്ന് കാണാം. അങ്ങനെ നമ്മൾ അടുത്തത് കത്തീഡ്രലിൽ എത്തിയിട്ടുണ്ട്. ഒഡൻസെ കത്തീഡ്രലിലോട്ട് നമ്മൾ നേരെ കാണുന്നത് കത്തീഡ്രലാണ്. നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. ഫുള്ളായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ എല്ലാ സ്ഥലത്തും നടന്ന് തന്നെയായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാണ് കേട്ടോ സൈക്കിൾ ആരോ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തേക്കുന്ന കണ്ടത്. ഇതാരാ ഇങ്ങനെ പാർക്ക് ചെയ്തതെന്നറിയില്ല. എന്തായാലും തൂങ്ങിയാടുക വരും മോഗ്ലിനെ പോലെ. അങ്ങനെ നമ്മൾ നടന്ന് അടുത്ത സ്പോട്ടിലെത്തി. ഇതൊരു പാർക്കാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്റ്റാച്യൂവിലെ ആളാണ് നമ്മുടെ സ്റ്റോറി ടെല്ലർ ആയിട്ടുള്ള ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ. അപ്പം ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും പുള്ളിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം പുള്ളീൻ്റെ സ്റ്റാച്യൂവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് പുള്ളീൻ്റെ ഒരു മ്യൂസിയവും പുള്ളീൻ്റെ വീടും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് എല്ലാം നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പം ഈ ക്രിസ്റ്റ്യൻ ആൻഡേഴ്സനെ പറ്റി നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു എന്നെനിക്ക് ഓർമ്മയില്ല. ഐ തിങ്ക് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലറാണ്. പുള്ളി ഒരു ട്രാവലറാണ്. ഒരുപാട് ഫേമസ് സ്റ്റോറീസ് പുള്ളി ചെയ്തിട്ടുണ്ട്. ലിറ്റിൽ മെർമെയ്ഡ്, അങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫെയറി ടെയിൽ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളുടെയൊക്കെ ഒരു ഭയങ്കര ഒരു ഫെയറി ടെയിൽ സ്റ്റോറീസിൻ്റെ മെയിൻ ആളാണ് ഈ ആൻഡേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഫെയറി ടെയിൽ സിറ്റി ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒഡൻസെ എന്ന് പറയുന്ന സ്ഥലം ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ടെല്ലർ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഫേമസ് ആയിട്ടുള്ളത്. ഇത് ഡെൻമാർക്കിൻ്റെ ഒരു മേജർ സ്പോട്ടാണ്. നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയില്ല, നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്ന പോലെ ഇവിടെ സ്റ്റേറ്റ്സ് അല്ല, ഇവിടെ റീജിയൻസ് ആണുള്ളത്. അങ്ങനെ ഈ ഒഡൻസെ എന്ന് പറയുന്നത് ഡെൻമാർക്കിൻ്റെ ഒരു സദേൺ റീജിയൻ സിറ്റിയാണ് ഒഡൻസെ. ഇതൊരു ഐലൻഡാണ്. ആക്ച്വലി ഒരു ഐലൻഡിലെ ഒരു സിറ്റീൻ്റെ പേരാണ് ഒഡൻസെ എന്ന് പറയുന്നത്. ഐലൻഡിൻ്റെ പേര് ഫ്യുനെൻ എന്നാണ് കേട്ടോ ഐലൻഡിൻ്റെ പേര്. ഡെൻമാർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരുപാട് ഐലൻഡ്സുകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് ഫ്യുനെൻ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് ഇതുള്ളത്. കോപ്പൻഹേഗൻ്റെയും ആറൂസ് എന്ന് പറയുന്ന ഒരു 2 റീജിയൻസിൻ്റെ നടുക്കായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്പോട്ട്. അങ്ങനെ ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള, ഇങ്ങോട്ട് നമ്മൾ ഒരു സീനിൽ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിനിൽ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഈ പാർക്ക് നോക്കിക്കുക, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ റീഡ് ചെയ്യാൻ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വൈബിൽ ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് ബുക്കൊക്കെ വായിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതുമാത്രമല്ല ഇവിടെ ഡോഗ് ഫ്രണ്ട്ലി പാർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡോഗൊക്കെ ഫുള്ള് ചെയിനൊന്നും ഇല്ലാണ്ട് തന്നെ ഡോഗ്സ് എല്ലാം കളിക്കുകയാണ്. ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു ഈ പാർക്കിൽ. ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫുള്ളി ഡോഗ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ ആ ഒരു ഏരിയ ഫുൾ അത് ഡോഗ് പാർക്കാണ്. അങ്ങനെ നമ്മൾ ആ ഒരു പാർക്ക് അത്യാവശ്യം നടന്ന് എക്സ്പ്ലോർ ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു സ്പോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു പ്ലേ ഏരിയ കേട്ടോ, കിഡ്സ് പ്ലേ ഏരിയ. ക്യൂട്ടായിട്ട് നല്ല തണുത്ത കാറ്റാണ് ഗൈസ്. സണ്ണി ഡേ ഒന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് സണ്ണി വരും. സണ്ണി അങ്ങനെ തന്നെ പോകും. സണ്ണി കുറച്ച്
തിരിച്ചു വന്നു. പള്ളീൻ്റെ ഡിസ്ട്രിക്ട് 13. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു 1 ഡേ പ്ലാൻ ആയിരുന്നു. ജസ്റ്റ് ഒരു 1 ഡേ കംപ്ലീറ്റ്ലി നമ്മൾ രാവിലെ നേരത്തെ വന്നു എന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോവുക. ഈ ഒരു പ്ലാനിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു വലിയ സിറ്റിയാണ്. ഇത് 3rd ലാർജസ്റ്റ് സിറ്റിയാണ് ഡെൻമാർക്കിൽ, ഈ ഒരു ഐലൻഡിൽ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ളൊരു ട്രാവലും ഒക്കെ അത്യാവശ്യം ടൈം എടുക്കും. കുറച്ച് ദൂരം ട്രാവലുണ്ട്. കോപ്പൻഹേഗനിൽ നിന്ന് തന്നെ 2 മണിക്കൂർ ട്രാവലുണ്ട് ട്രെയിനിൽ. നമ്മൾ താമസിക്കുന്നത് കാലംബർഗിൽ നിന്നാണ്. കാലംബർഗിൽ നിന്ന് കോപ്പൻഹേഗനിലോട്ട് തന്നെ ഒരു അറൗണ്ട് 2 hours അല്ല 1.5 hours ഉണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്ത് ആ ഒരു നൈറ്റ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ ഇപ്പം നടന്ന് മ്യൂസിയം എത്തിയിട്ടുണ്ട്. ഇത് ആൻഡേഴ്സണിൻ്റെ ഒരു മ്യൂസിയമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് ഒരു അടിപൊളി വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. ഒരുപാട് കളർഫുൾ ഹൗസസ് ഒക്കെയുള്ള ഭയങ്കര ഒരു പഴയ വീടുകളാണ്. അങ്ങനെ ഒരുപാട് വീടുകളുള്ളൊരു സ്ഥലമാണ്. അവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ സ്റ്റോറി ടെല്ലറായിട്ടുള്ള ആൻഡേഴ്സണിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. അവിടെ ഉള്ളൊരു ഹൗസിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളീൻ്റെ വീടും ഈ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ്. ഇവിടെയുള്ള ഒരു യെല്ലോ കളർ പെയിൻറ്റ് അടിച്ച വീടാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരുപാട് വീടുകളിൽ യെല്ലോ കളർ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് എക്സാക്ട്ലി വീടെന്ന് അറിയില്ല. ഹലോവീൻ സ്റ്റാർട്ട്സ്. അടിപൊളി ഗാർഡൻ കേട്ടോ, നിറച്ചും വൈറ്റ്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നടന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. അപ്പോഴാണ് ഈ ഒരു വലിയ ബ്രിഡ്ജ് നമ്മൾ കണ്ടത്. ഇത് റെയിൽവേ സ്റ്റേഷനെ കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തോട്ട് പോകാനുള്ളൊരു വലിയ ബ്രിഡ്ജാണ്. ഈ ഒരു സിംഗിൾ ബ്രിഡ്ജിനെ ഹോൾഡ് ചെയ്യുന്നൊരു സെൻറ്റർ ആ ഒരു ടവർ കണ്ടില്ല, ആ ഒരു ടവറാണ് ഇതിനെ ഹാങ് ചെയ്ത് നിർത്തിയേക്കുവാണ്. ശരിക്കും സ്ട്രിങ്സിൽ ഹാങ് ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു വലിയ ബ്രിഡ്ജായിരുന്നു അത്. അങ്ങനെ നമ്മൾ അത് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റെയിൽവേ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല. സംതിങ് ലൈക്ക് ഇൻഡോർ ആണ്. കുറേ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. കുട്ടികളൊക്കെ കളിച്ചിരുന്ന അപ്പോൾ ഈ ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. അതായത് നമ്മുടെ ഇന്ത്യൻ ഫുഡുണ്ട്, പാകിസ്ഥാനി ഫുഡുണ്ട്, നമുക്ക് അത്യാവശ്യം അറിയുന്ന എല്ലാ ടൈപ്പ് ഫുഡുകളും ഇവിടെ കിട്ടും. പക്ഷേ അതേ ടേസ്റ്റ് ഒന്നും അല്ല, എന്നാലും അതിൻ്റെ എല്ലാം സ്റ്റോറുകളുണ്ട് ഇവിടെ. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഇൻഡോർ ആയിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫുഡ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് പടം വരയ്ക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർ നമുക്ക് പെയിൻറ്റും ഇതുപോലെ ആ ബോർഡ്സ് ഒക്കെ തരും. അപ്പം നമുക്ക് ഏത് സൈസ് വേണമെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാം. അപ്പം ഞങ്ങളും ചെയ്തു. അത്യാവശ്യം കുറച്ച് നേരം പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഫുഡും അത്യാവശ്യം നല്ലതായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. നിങ്ങളുടെ കല so memorable place, guys. ഗൗരിന്റെ ഫോട്ടോ കാണിക്ക് വീഡിയോയില്, തലകുത്തി കാണിക്ക.
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നന്നായിട്ട് റിലാക്സ് ചെയ്ത് മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വീണ്ടും നമ്മൾ നടക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോവാറായി, തിരിച്ച് നമ്മൾ ട്രെയിൻ എടുക്കേണ്ട സമയം ഏകദേശമായി. എങ്കിലും നമ്മൾ ഒരു സ്ഥലത്തും കൂടെ ജസ്റ്റ് ഒന്ന് പോയി. അവിടെ ഒരു വാക്കിംഗ്, ഒരു സ്ട്രീറ്റ് പോലത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു വലിയൊരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. അതായത് വാട്ടറിൽ തന്നെ ഒരു സ്വിമ്മിങ് പൂൾ സെറ്റപ്പുള്ള ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്ന് ഈ ഒരു സ്ഥലത്ത് വന്നതാണ്. ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ് ആണ് കേട്ടോ ചുറ്റിനുമുള്ളത്. നടുക്ക് ഈ ഒരു കൈൻഡ് ഓഫ് സ്ഥലം, ഇങ്ങനെ ഒരു വെള്ളവും സ്വിമ്മിങ് പൂളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. ഇവിടെ വാട്ടർ സ്പോർട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഒരു പീസ്ഫുൾ ഒരു സ്ഥലമായിരുന്നു. നമ്മളും അവിടെ കുറച്ച് നേരം ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പ് ഓൾമോസ്റ്റ് എൻഡ് ചെയ്യുവാണ്. നമ്മുടെ ടൈമായി, ട്രെയിനിൻ്റെ സമയം ആവാറായി. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തണം. അപ്പം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. നമ്മൾ നോർമലി ഡെൻമാർക്കിൽ യൂസ് ചെയ്യുന്ന ട്രാവൽ കാർഡ് വർക്ക് ചെയ്യത്തില്ല. ബിക്കോസ് ഇത് ഡിഫറെൻറ്റ് ഐലൻഡ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അറൗണ്ട് ഒരു 150 to 300 DKK ആവും. ആളെ കണ്ടിട്ട് ജോത്സ്യനെ പോലെ ഉണ്ട്. അല്ല, ആളെ കണ്ടിട്ടൊരു പശപ്പശൊക്കെ ഉണ്ട്. അതെ അതെ. ഇനി നമ്മുടെ സാധനം എടുത്തിട്ട് കോപ്പി ചെയ്യോ ഫിംഗർ പോണം, വീഡിയോ എടുക്കാം. അങ്ങനെ എനിക്ക് വൈറലാവണ്ട. അപ്പോൾ എല്ലാവർക്കും ഒഡൻസെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Please do like, share and subscribe to my YouTube channel. Also, please let me know the comments. Bye bye. See you in my next vlog.